കേരളത്തിലെ പൂക്കളങ്ങളിൽ ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾ ഇടം പിടിക്കും. കേരളത്തിലെ ഓണക്കാലത്തെ ലക്ഷ്യമാക്കി പുഷ്പകൃഷി നടത്തിയ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. ചെണ്ടുമല്ലിയും മുല്ലയും തുളസിയും പിച്ചിയും ജമന്തിയും കനകാംബരവുമെല്ലാം കേരളത്തിലെത്തും. ഇടുക്കി ജില്ലാതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാടൻ ഗ്രാമങ്ങളായ കമ്പം, ശീലയാമ്പട്ടി, ചിന്നമന്നൂർ, പാളയം, ഗൂഡല്ലൂർ, പുതുപ്പട്ടി എന്നിവിടങ്ങളിൽ വ്യാപകമായി പുഷ്പകൃഷിയുണ്ട്. ചെണ്ടുമല്ലിപ്പാടങ്ങളിൽ 2 ആഴ്ച മുമ്പ് മുതൽ വിളവെടുപ്പ് തുടങ്ങി. ചെണ്ടുമല്ലി കിലോഗ്രാമിന് 50 രൂപയും മുല്ലപ്പൂവിന് 400 രൂപയുമാണ് ഇപ്പോഴത്തെ വില. തെങ്ങ് കൃഷി നശിച്ച കൃഷിയിടങ്ങളാണ് തമിഴ്നാട്ടിൽ പുഷ്പകൃഷിക്ക് വഴിമാറിയത്. കേരളത്തിലെ ഓണക്കാലത്ത് പൂക്കൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിലും പുഷ്പകൃഷിയുടെ പരിപാലന ചെലവ് വർദ്ധിച്ചതിനാൽ കർഷകരിൽ ചിലർ പച്ചക്കറി കൃഷിയിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ഇതിൽ കனகாமரம், ரோஸு, மல்லிகைப்பூ, சாதிப்பூ இதெல்லாம் நாங்கள் போட்டு நாங்கள் மார்க்கெட்டுக்கு அனுப்பி கேரளாவுக்கு தான் அதிகமாக ஓணத்துக்காக போட்டு விவசாயம் செஞ்சுக்கிட்டு இருக்கிறோம். ஒரு கிலோ மல்லிகைப்பூ அந்த ஓண நேரத்தில் 1000 ரூபா வரைக்கும் கூட போகலாம், கொள்முதல் அதிகமாகும். மற்ற நேரத்தில் சராசரியாக கம்மியாக தான் போகும். அதேமாதிரி கனகாமரம் அப்படித்தான், சாதிப்பூ, முல்லைப்பூ, செண்டுப்பூ, கோழிப்பூ இதெல்லாமே കേരളാവുക്ക് அதிகமான മുറയിൽ കൊள்മുതൽ பண்ணுறோம் நாங்கள். പൂക്കൾ വിളവെടുക്കുന്ന ദിവസം തന്നെ കമ്പോളങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലേ നല്ല വില ലഭിക്കുകയുള്ളൂ. ജലസേചന സൗകര്യമുള്ള പൂന്തോട്ടങ്ങളിൽ നിന്നും 3 മാസം കൊണ്ട് നല്ല ആദായം ലഭിക്കും. ഓണക്കാലം സമാഗതമായതോടെ വലിയ പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ പുഷ്പ കർഷകർ. കേരളത്തിൽ ഓണക്കാലത്ത് പൂക്കളങ്ങൾ നിറയ്ക്കാൻ ശീലയാമ്പട്ടിയിൽ നിന്ന് ധാരാളം പൂക്കളെത്തും. ശീലയാമ്പട്ടിയിലെ കനകാംബരത്തോട്ടത്തിൽ നിന്ന് ക്യാമറമാൻ സൽജിക്കൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.